ഹായ് ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിൻ്റെ നവോദയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നടന്ന JNVST നവോദയ പരീക്ഷ 6ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു എന്ന് പലരും അന്വേഷിക്കുന്നു. അതിനെ സംബന്ധിക്കുന്ന വീഡിയോ ആണ് ഇത്. 6ാം ക്ലാസ്സിലേക്കുള്ള പരീക്ഷ നടന്നത് ഡിസംബർ 13, 2025 ഡിസംബർ 13-നാണ്. അതിൻ്റെ ഫലപ്രഖ്യാപനം മാർച്ച് മാസം, ഈ മാസം വരാറായി. റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക? JNVST ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് ക്ലാസ് 6, ക്ലാസ് 9 അതിൻ്റെ റിസൾട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായി നമുക്ക് പരിശോധിക്കാം. അതിനായി നമ്മൾ അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് പ്രിൻ്റ് എടുക്കാം. 6ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും റിസൾട്ട് സെപ്പറേറ്റ് ആയി നമുക്ക് പരിശോധിക്കാം. വെബ്സൈറ്റിൽ കയറിയാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു ലിങ്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് വരും. അതിനായിട്ട് നമുക്ക് വേണ്ടത് റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഇത് രണ്ടും നമ്മൾ അടിച്ചു കൊടുത്ത് നമ്മൾ ക്ലിക്ക് സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്കോർ കാർഡ് സ്ക്രീനിൽ തെളിഞ്ഞു വരും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിൻ്റ് എടുക്കാം. ചെയ്യാനുള്ള മറ്റു വഴികൾ, നവോദയ വിദ്യാലയങ്ങളിലെ അതത് ജില്ലകളിലെ നവോദയ വിദ്യാലയങ്ങളിലെ നോട്ടീസ് ബോർഡിൽ ഇതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും, പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസിൽ നിന്നും നമുക്ക് റിസൾട്ട് ലഭ്യമാവും. SMS വഴിയോ അതല്ലെങ്കിൽ നവോദയ വിദ്യാലയത്തിൽ നിന്നുള്ള ലെറ്റർ മുഖേനയോ നമ്മളെ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവർ അറിയിക്കും. അത്തരം സെലക്ട് ആയിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് നവോദയ വിദ്യാലയങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിൽ നമ്മളെ ചേർത്തി നമ്മളെ വിളിക്കും, നേരിട്ട് വിളിക്കും. വിദ്യാലയങ്ങളിലേക്ക് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നീട് അഡ്മിഷൻ എങ്ങനെ നടത്താം, എങ്ങനെ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ലിസ്റ്റിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ അവരെ നമ്മളെ പിന്നീട് ചെയ്യേണ്ട പ്രൊവിഷണൽ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനുള്ള ലെറ്റർ നമുക്ക് അവർ അയച്ചു തരും. അഡ്മിഷനായി നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട കുറേ ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാരൻസ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം കുട്ടികളുടെ അഡ്മിഷൻ സമയത്ത് അവിടെ ഹാജരാക്കേണ്ടതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിനുള്ള ഒരു പ്രൂഫാണ്. അതുപോലെ തന്നെ കുട്ടി നേരത്തെ പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്ക് റൂറൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC വിഭാഗങ്ങളിലെ കുട്ടികൾക്ക്, പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, അതുപോലെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ നമ്മൾ കൊണ്ടു ചെല്ലേണ്ടതാണ്. ഈ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നവോദയ വിദ്യാലയങ്ങളിൽ നിന്നും നമുക്ക് ഒരു ലെറ്റർ മുഖേന എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടതെന്ന് അവർ പറയും. അതിന് ശേഷം മാത്രം നമുക്കിതൊക്കെ സംഘടിപ്പിച്ചാൽ മതിയാകും. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ കൊണ്ടു ചെല്ലേണ്ടതാണ്. അതിന് ശേഷമാണ് അഡ്മിഷൻ കൺഫർമേഷൻ അവിടെ നിന്ന് ലഭിക്കുക. അഡ്മിഷൻ എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ നവോദയ വിദ്യാലയത്തിൽ, നമ്മുടെ പഴയ വിദ്യാലയത്തിൽ നിന്ന് TC വാങ്ങിച്ച് അവിടെ ജോയിൻ ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അഡ്മിഷൻ സമയത്ത് നവോദയ വിദ്യാലയങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. നവോദയ റിസൾട്ട് ഓരോ വിദ്യാലയത്തിലേക്കും 80 കുട്ടികളുടെ ലിസ്റ്റാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 20 കുട്ടികൾക്ക് ഓപ്പൺ സീറ്റാണ്. അതിനുശേഷം റൂറൽ അർബൺ സീറ്റുകൾ
പേരുകൾ പ്രത്യേകം അവിടെ കാണിച്ചിരിക്കും. നവോദയ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അടുത്ത വർഷത്തേക്കുള്ള മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ, നവോദയ വിദ്യാലയ ക്ലാസ്സുകൾ, പ്രവേശന പരീക്ഷയ്ക്കായുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ഞങ്ങളെ നേരിട്ട് വിളിക്കുക. താങ്ക് യു.